ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് പാഞ്ചാലിമേട്ടിലേക്കാണ്. പാഞ്ചാലിമേടെന്ന് പറയുമ്പോൾ 10 വർഷം മുമ്പ് ഞാനവിടെ പോയിട്ടുണ്ട്. അതിനുശേഷം പാഞ്ചാലിമേട്ടിലേക്ക് പോയിട്ടില്ല. പല പ്രാവശ്യം തുടങ്ങിയ യാത്ര മാറ്റിവെക്കുകയാണ്. ഇന്നത്തെ അനുകൂല സാഹചര്യം എന്ന് വെച്ചാൽ ഇന്ന് വ്യാപാരികളുടെ പണിമുടക്കാണ്, കടകളടച്ചുള്ള പണിമുടക്ക്. അപ്പം ഇന്ന് തന്നെ യാത്ര ചെയ്യാമെന്ന് അങ്ങ് തീരുമാനിക്കുക ചെയ്തത്. എന്തായാലും ഞാൻ പോയി. ഇവിടെ ഞാൻ റാന്നി വഴിയാണ് പോയത്. റാന്നി റോഡൊന്നും കാണിക്കുന്നില്ല. ഞാനിപ്പോൾ നമ്മൾ പന്തമ്പുഴ വനമാണ്, വനം മുതലാണ് കാണിച്ച് തുടങ്ങുന്നത് എരുമേലിക്ക് പോകുമ്പോൾ. അപ്പം പന്തമ്പുഴ വനത്തെക്കുറിച്ച് പറയുമ്പം അറിയാമല്ലോ, നല്ല ചൂടത്ത് നിന്ന് വനത്തിലേക്ക് കയറിയപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട്. ശരീരത്തിനൊക്കെ ഒരു കുളിർമ കിട്ടുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് ചോദിച്ചാൽ, വനത്തിൻ്റെ അവിടെ നല്ല വ്യൂ ഉള്ളിടത്തൊക്കെ നിർത്തി വിഷ്വൽസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എവിടെ നോക്കിയാലും വേസ്റ്റാണ്. എല്ലായിടത്തും വേസ്റ്റ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് എങ്ങും നിർത്താനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. നേരെ പാഞ്ചാലിമേട്ടിലേക്ക് പോവുക എന്നുള്ള കണക്കൂട്ടലാണ്. ഏകദേശം 1:30 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഒരു 3:30 കഴിയുമ്പോൾ പാഞ്ചാലിമേട്ടിലെത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മഴക്കോളുണ്ട്, അപ്പം മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തായാലും പോകുവാന്ന് തന്നെ തീർച്ചപ്പെടുത്തി. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പം പെട്ടെന്നുള്ള തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ നടപ്പാക്കുക എന്നുള്ളതാണല്ലോ, പ്രത്യേകിച്ച് യാത്രയ്ക്ക്. മുന്നൊരുക്കങ്ങളൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത സംഭവമാണ് യാത്ര. അതങ്ങ് പോവുകയാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള യാത്രയാണ്. വേറെ ആരെയും കിട്ടിയില്ല, കൂട്ടുകാരെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കാണ് ഈ യാത്ര. പിന്നെ ഫ്രണ്ട്സ്, ഇന്ന് വേറൊരു ലക്ഷ്യം കൂടെ ഉണ്ട് എൻ്റെ ഈ യാത്രയ്ക്ക്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ആക്ഷൻ ക്യാമറ വാങ്ങിച്ച് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് കൂടെ ആവാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത്. വാട്ടർ പ്രൂഫാണ്, അതൊക്കെ ഞാൻ പരിശോധിച്ചിരുന്നു. പിന്നെ ഒരു ലോങ് റൈഡ് നടത്തിയില്ലായിരുന്നു ആക്ഷൻ ക്യാമറ കിട്ടിയതിന് ശേഷം. അപ്പോൾ ഇന്ന് പോയി അതിൻ്റെ ഒരു ഗുണനിലവാരം കൂടെ ഒക്കെ ഒന്ന് പരിശോധിച്ച് അതിൽ നിന്നുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മഴയത്തൂടെ ഒന്ന് യാത്ര ചെയ്താൽ ഇതിൻ്റെ വാട്ടർ പ്രൂഫിൻ്റെ ആ ഒരു ക്വാളിറ്റിയോട് നമുക്ക് ഇച്ചിരി നന്നായിട്ട്, ഞാൻ വെള്ളത്തിൽ മുക്കി പിടിച്ചാണ് നോക്കിയത്. മഴയത്ത് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. 1.5 ആഴ്ചയോളമായി ഈ ക്യാമറ ഞാനിപ്പോൾ മേടിച്ചിട്ട്. സത്യത്തിൽ ആദ്യത്തെ ഒരു ലോങ് റൈഡാണ് ഇന്നത്തേത്. ഏകദേശം വീട്ടിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്ററോളം ഉള്ളൂ ഈ പാഞ്ചാലിമേട്ടിലേക്ക്. അപ്പം അതിനെ കഴിഞ്ഞൊക്കെ ദൂരേക്ക് ഞാൻ ഒരുപാട് തവണ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഇങ്ങനൊരു ചിത്രീകരണ വ്ളോഗ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള യാത്രയായിരുന്നില്ല. ജസ്റ്റ് സ്ഥലങ്ങൾ കാണുക, ഒന്ന് എൻജോയ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ ഈ യാത്രയിൽ ബൈക്കിൽ ഒറ്റയ്ക്ക് പോകുമ്പം രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് വലിയ സ്പീഡിലൊന്നും പോകണ്ട, സാവകാശം പോയാൽ മതി. ഒരു 40-45 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു യാത്ര ആസ്വദിച്ച് പോകുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു യാത്രയുടെ ലക്ഷ്യം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈ മുണ്ടക്കയം കഴിഞ്ഞു. മുണ്ടക്കയം കഴിഞ്ഞിട്ട് ഇപ്പം കുട്ടിക്കാനം റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. കുട്ടിക്കാനം റോഡിൻ്റെ ഒരു സൈഡിൽ ഇപ്പോൾ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയതുണ്ടാവാം, നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായി വന്നിട്ടുണ്ട്. ആ വ്യൂ പോയിൻറ്റിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നോക്കാം. നോക്കാം, കാണിച്ചത് കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. അപ്പം ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് വന്നതുകൊണ്ട് തന്നെ ഐസ്ക്രീം കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. മരങ്ങൾ വളർന്നു കഴിയുമ്പം ഈ വ്യൂ പോയിൻ്റ് നഷ്ടപ്പെട്ടു പോകും. എന്തായാലും നമുക്ക് ഇതിൻ്റെ വ്യൂ പോയിൻ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഇതാണ് വ്യൂ പോയിൻ്റ്. നല്ല ക്ലാരിറ്റിയോടെ കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്, എങ്കിലും കുഴപ്പമില്ല. നേരിട്ട് കാണുന്ന അത്രയും ഭംഗിയായിട്ട് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വ്യൂ പോയിൻ്റ് നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പാഞ്ചാലിമേടിലെത്തി. പാഞ്ചാലിമേടിൻ്റെ ഉയരത്തിലെത്തി കഴിഞ്ഞിരിക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. നോക്കട്ടെ, വണ്ടി പാർക്ക് ചെയ്യാൻ അതാ ഇവിടെ ഇവിടോട്ട്. ഓക്കെ, ഇപ്പം വണ്ടി പാർക്ക് ചെയ്യാം. നമ്മളിനി മുകളിലേക്ക് കയറിയാണ്. വലിയൊരു ഗേറ്റും കമാനും ഒക്കെ വന്നിട്ട് പാഞ്ചാലിമേടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ റോഡ് കയറിപ്പോകുന്ന വഴിയൊക്കെ നന്നാക്കിയിട്ടുണ്ട്. പാസ് എടുക്കണം, 10 രൂപ പാസ് എടുത്ത് നല്ലൊരു ഉദ്യാനമൊക്കെ ആയിട്ടുണ്ട്. പണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം മൺ റോഡായിരുന്നു. ഇവിടെ നിന്ന് ഉദ്യാനമൊക്കെ നന്നായിട്ട് പരിപാലിക്കപ്പെടുന്ന ഒരു ഉദ്യാനമാണ് എന്നെനിക്ക് മനസ്സിലായത്. മേളിലൊരു നിർമ്മാണമുണ്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുകയും അതിൻ്റെ ബാക്കി പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ആനയുടെ നിന്നൊരു വെള്ളച്ചാട്ടവും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ആനയുടെ തുമ്പിക്കയിൽ നിന്നും വെള്ളച്ചാട്ടമൊക്കെ. മേളിലേക്ക് പോവാം. മേളിലാണല്ലോ നമ്മുടെ കാഴ്ചകൾ. തിരിച്ചു വന്നിട്ട് ഇവിടെ ചായ കുടിച്ച് കുറച്ച് നേരം ഈ ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് കയറി വരുമ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു മലയിലേക്ക് പോയി കഴിയുമ്പോൾ അതൊരു നല്ല വ്യൂ പോയിൻറ്റിലാണ് കലാശിക്കുന്നത്. അതായത് ദൂരെ മഞ്ഞ്, മലമടക്കുകൾക്കിടയിലെ മഞ്ഞ് ഇങ്ങനെ കാഴ്ച. ഹലോ, അപ്പോൾ ഇവിടാണ് നമ്മുടെ ഈ ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ചുറ്റും ഒന്ന് നോക്കി കാണിക്കുക. ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് ഞാൻ കയറുന്നില്ല, എങ്കിലും ഇതിൻ്റെ അതായത് പാഞ്ചാലി ഇവിടെ വന്നിട്ട് അത് പുരാണമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ സംഭവങ്ങളാണ്. പാണ്ഡവരുടെ ജീവിതകാലമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഇവിടം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പുരാണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് പാഞ്ചാലിമേട്. തൊട്ടപ്പുറത്തെ മലയിൽ ഒരു കുരിശുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു കുരിശുമലയാണ് എന്ന് ആണ് തോന്നുന്നത്. ഇപ്പുറത്തെ ക്ഷേത്രമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഓരോ അവിടെല്ലാം വൃത്തിയാണ്. ഒരു ചപ്പ് ചവറുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ നന്നായിട്ട് പരിപാലിപ്പിക്കപ്പെടും.
കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ വന്നാലും വളരെ സുരക്ഷിതത്തോടുകൂടി ഇവിടെ എല്ലാം ഓടി നടക്കാൻ പറ്റുന്ന കാഴ്ചകളിലേക്ക് പോകാൻ കഴിയും. പിന്നെ ഇവിടെ എന്താ സെക്യൂരിറ്റി ഉണ്ട്, അപ്പോൾ അവരുടെ ഒരു നിയന്ത്രണവും മേഖലയും പലപ്പോഴും നമുക്ക് സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനം. ഒരു ധൈര്യം ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാർ വരുന്നു, കാണുന്നു, പോകുന്നു. അപകടം പറ്റാതിരിക്കുന്ന ഭാഗ്യമാണ്. വലിയ ആഴമുള്ള കൊക്കയൊക്കെ ഇവിടെ വലിയ. അതുകൊണ്ട് ഇപ്പം അങ്ങനെയല്ല, ഇപ്പം വളരെ ആസൂത്രണത്തോടു കൂടി നടത്തപ്പെടുന്ന ഒരു നല്ലൊരു പ്ലേസായി മാറിയിരിക്കുന്നു ഈ പ്രദേശം. നല്ല കാറ്റുണ്ട്, മഴച്ചാറ്റലുണ്ട്, അത്യാവശ്യം ഒരു ചെറിയ മഞ്ഞിൻ്റെ ഇതുണ്ട്. മഞ്ഞ് ഇറങ്ങിപ്പോയി, ആ മഴച്ചാറ്റലോട് കൂടി മഞ്ഞ് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി 4:30 ആയ ഒരു സമയമാണ്. അപ്പം ഇനിയും കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ മഞ്ഞ് പഴയ പോലെ വരുമായിരിക്കാം. നമുക്കൊരു 5:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളതാണ് കണക്കൂട്ടൽ. അപ്പം പാഞ്ചാലിമേട് എന്നുള്ളത് ഒരു കാഴ്ചയുടെ പറുദീസ തന്നെയായി മാറിയിരിക്കുകയാണ്. ഇവിടോട്ട് വരുന്ന നമുക്ക് കുട്ടിക്കാനത്ത് പാഞ്ചാലിമേട്ടിലേക്ക് പോകുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ 4.5 കിലോമീറ്ററേ ഉള്ളൂ ഇവിടേക്ക്. ഓട്ടോറിക്ഷയൊക്കെ ഇവിടേക്ക് സർവീസ് ഉണ്ട്. നമുക്ക് ഓട്ടോയിൽ കയറി ഇവിടെ ഇറങ്ങാം, ഒരു കുഴപ്പമില്ല. പിന്നെ വാഹനത്തെ വരുന്നവർക്കും വലിയ കുഴപ്പമില്ല, കാരണം വഴിയൊക്കെ നന്നായിട്ട് വലിയ കുഴപ്പമില്ലാത്ത വഴിയാണ്. അത്യാവശ്യം വളർന്നു തരുമൊക്കെ ഉണ്ട്, കയറ്റമാണ് എന്നുള്ളത് ഒഴിച്ചാൽ വഴിക്കൊന്നും കാര്യമായ കുഴപ്പമൊന്നുമില്ല. ആർക്കും നന്നായിട്ട് തന്നെ വന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണിത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പാഞ്ചാലിമേട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാൻ നമുക്ക് പിന്നെ വാഗമണ്ണുണ്ട്, പരുന്തുംപാറയുണ്ട്, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇടുക്കി ഡാമുണ്ട്, കാൽവരി മൗണ്ടുണ്ട്. അങ്ങനെ കുമളി, അങ്ങനെ എവിടേട്ട് വേണമെങ്കിലും ഇവിടുന്ന് ഈ കാഴ്ചയ്ക്ക് ശേഷം പോകാൻ കഴിയും. അപ്പം ഇടുക്കിയിലെ കാഴ്ചകൾ സത്യത്തിൽ തുടങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേട്. ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാഴ്ചയുടെ ഒരു ശേഖരം തന്നെ നമ്മുടെ മുന്നിൽ കിടക്കും. അത്രയ്ക്കും കാഴ്ചകളുടെ ഒരു ഇതാണല്ലോ ഇടുക്കി എന്ന് പറയുന്നത്. അപ്പം ഇവിടുന്ന് ഞാനിപ്പോൾ ഈ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് പോയിട്ട് പിന്നീടൊരു അവസരത്തിൽ മറ്റു കാഴ്ചകളിലേക്ക് എത്തുകയും അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്, കാണിച്ചു തരാൻ പറ്റുന്നത്. പിന്നെ തുടക്കക്കാരെന്ന രീതിയിൽ ഒക്കെ ഉണ്ട്. ഇതാണ് ക്ഷേത്രം. അപ്പം ഈ കുറവുകളൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത്, അതായത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിട്ട് നമുക്ക് എനിക്കിത് തിരുത്തേണ്ട മാറ്റങ്ങളൊക്കെ മാറ്റം വരുത്താൻ പറ്റും. നന്നായിട്ട് അടുത്ത വീഡിയോകളൊക്കെ നന്നായിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആളെന്ന രീതിയിൽ ഇതിന് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോഴെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ചിത്രീകരിച്ച് ഇതിൻ്റെ വിഷ്വൽസ് യൂട്യൂബിലേക്ക് ചാനലിലേക്ക് ഇടണം എന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പം ഇതിൽ നിന്നും ഉണ്ടാകുന്ന കുറവുകൾ തീർച്ചയായും ക്ഷമിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പോകെ നന്നാവും, അതെന്തായാലും നന്നാവുമല്ലോ. അപ്പം അതുവരെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഈ കാഴ്ചകൾ എന്നെ കഴിയുന്ന രീതിയിൽ എനിക്ക് ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നേരിട്ട് വന്ന് കാണുന്നത് തന്നെയാണ് ഏറ്റവും മനോഹരം. ഈ കാഴ്ചകളെല്ലാം, എല്ലാ കാഴ്ചകളും നേരിട്ട് തന്നെ വന്ന് കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്കിലും ഇത് എനിക്ക് കഴിയുന്ന രീതിയിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് എന്നെ കഴിയുന്ന രീതിയിൽ വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം തുടർന്ന് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ചാനലിന് നിങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട്
പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു.